ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വജ്ജഹത്തു ഓതുക എന്നുള്ളത് നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ വജ്ജഹത്തു ഓതൽ സുന്നത്തുണ്ട്. ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്തു ഓതൽ സുന്നത്ത് തന്നെയാണ്. മയ്യത്ത് നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതൽ സുന്നത്തില്ല. ഈ വജ്ജഹത്ത് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഓതുകയാണെങ്കിൽ നിസ്കാരത്തിൽ തന്നെ നമുക്ക് പ്രത്യേകം ഒരു അനുഭൂതി ലഭിക്കും. ഇന്നിവിടെ പറയുന്ന അർത്ഥങ്ങളും ആശയങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിസ്കാരത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കൂ. എന്നിട്ട് അതിൻ്റെ ഫലം അറിയിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? വജ്ജഹത്തു എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ്സമാവാതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നടത്തുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ പ്രാർത്ഥനയുടെ കാരണം കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടു എന്നാണ്. അപ്പം അത്രയും വലിയ മഹത്വമുള്ളതാണ്. അപ്പം അത്രയും വലിയ മഹത്വമുള്ള വജ്ജഹത്തു ഓതുമ്പോൾ നമ്മളതിൻ്റെ അർത്ഥം അറിയാതെ ഏതെങ്കിലും ലോകത്ത് അശ്രദ്ധമായിട്ട് നമ്മൾ ചൊല്ലിയാൽ ഓതിയാൽ ഈ ആകാശത്തിൻ്റെ കവാടങ്ങളൊക്കെ നമുക്ക് വേണ്ടി തുറക്കപ്പെടുമോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അതുമാത്രമല്ല, ഇത് വലിയ മഹാന്മാരായ അമ്പിയാക്കളൊക്കെ നിർവഹിച്ച കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് കാണാം. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ്സമാവാതി വൽ അർദ് എന്നുള്ള പ്രയോഗം. അപ്പോൾ വലിയ വലിയ മഹാന്മാരായ അമ്പിയാക്കളുമായിട്ട്, ഔലിയാക്കളുമായിട്ട്, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ചേർക്കലും ഈ ചൊല്ലുന്നതിലൂടെ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിസ്കാരത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർദ്. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ മുന്നിടുന്നു. വജ്ഹ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം മുഖം. ഞാൻ എൻ്റെ മുഖം മുന്നിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിടുന്നു. എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മുഴുവനും ഞാൻ മുന്നിടുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിലേക്ക് ഞാൻ മുന്നിടുന്നു. ഫത്തറസ്സമാവാതി, ഫത്തറ താ ആണ് അവിടുത്തെ അക്ഷരം. ശ്രദ്ധിക്കണം, അക്ഷരങ്ങൾ മാറിപ്പോയാൽ സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ പലപ്പോഴും അത് റിജക്റ്റായി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫത്തറ, ഫത്തറ എന്നുള്ള ത, രണ്ട് പുള്ളിയുള്ള ത എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ഷീണം എന്നൊക്കെ അർത്ഥം വരിക. അപ്പോൾ പിന്നെ നമ്മൾ ചൊല്ലുന്നതും ഉദ്ദേശിക്കുന്നതും പരസ്പരം എതിരായി പോകും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം, അക്ഷരം ശരിപ്പെടുത്തണം. ഫത്തറ, സൃഷ്ടിച്ചു. ഫാത്തിർ, സൂറത്ത് ഫാത്തിർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫത്തറസ്സമാവാതി വൽ അർദ. വൽ ലർദ എന്നല്ല, ലർദ് എന്നല്ല, അർദ്. വൽ അർദ, വൽ അർദ. ഫത്തറസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ. ഹനീഫും മുസ്ലിമായ നിലയിൽ. എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും വിട്ട് സത്യപാതയിൽ ഉറച്ചു നിൽക്കുന്നവനായ നിലയിൽ ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അള്ളാഹു അക്ബർ എന്ന്, അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ ഭൗതികമായ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ തിരക്കുകളും ബിസിനസ്സുകളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ. ഹനീഫൻ മുസ്ലിമാ, എല്ലാ തിന്മയുടെ മാർഗങ്ങളിൽ നിന്നും വിട്ട് നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നവനായ നിലയിൽ ഞാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് മുന്നിടുന്നു എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും അതോടുകൂടി നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് മാത്രം, പിന്നെ വേറൊരു ചിന്തയും നമ്മളെ മനസ്സിലേക്ക് വരാൻ പാടില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല, ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നിസ്കാരങ്ങളെല്ലാം,
സീനല്ല സ്വാദാണ്, അവിടെ അക്ഷരം ശ്രദ്ധിക്കണം. ഇന്ന സ്വലാത്തി സ്വാദിന് ശബ്ദമില്ല. ഇന്ന സ്വലാത്തി വനുസുഖി, സീൻ അവിടെ സീനാണ്, സീനിക്ക് ദമ്മാണ്. നുസ്ഖി അല്ല, വനുസുഖി എൻ്റെ മറ്റ് എല്ലാ ഇബാദത്തുകളും. ഇന്ന സ്വലാത്തി വനുസുഖി എന്ന് പറഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിച്ചോ, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും മരണവും. കണ്ടോ, എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ നിസ്കാരത്തിൽ, സുബ്ഹ് നിസ്കാരത്തിൽ തന്നെ നമ്മൾ ആ പ്രതിജ്ഞ തുടങ്ങുന്നുണ്ട്. ഫർദ് നിസ്കാരത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ഇത് നമ്മൾ നിർവഹിക്കണം എന്നാണ്. വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകരെ മുഴുവനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, വളർത്തിക്കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനിക്കാകുന്നു എൻ്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹ്, ലാ ശരീക ലഹു എന്ന് അവിടെ ഉള്ള. അപ്പൊ നിർത്തുകയാണെങ്കിൽ ലാ ശരീക ലഹ്, അവനിക്കൊരു പങ്കുകാരനും ഇല്ല, അവനോട് തുല്യമായ ആരും ഏതും ഒന്നും ഇല്ല. വബിദാലിക ഉമിർത്തു, ഇങ്ങനെ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളുമെല്ലാം അനുസരിച്ചു ജീവിക്കുന്ന മുസ്ലിമാകുന്നു എന്നുള്ളൊരു പ്രതിജ്ഞയാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പം അത് ഈ അർത്ഥം ശരിക്കും നമ്മൾ ചിന്തിക്കണം, അക്ഷരങ്ങളും ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് അക്ഷരങ്ങളൊക്കെ ശരിക്കും ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ട് വജ്ജഹത്തു നമ്മളൊന്ന് ഓതി നോക്കുക. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, അള്ളാഹുവാണ് ഏറ്റവും വലുത്, ബാക്കി എൻ്റെ വിഷയങ്ങളൊക്കെ ചെറുതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വജ്ജഹത്തു തുടങ്ങലോടുകൂടി നമ്മുടെ മനസ്സ് ശാന്തമാവണം. അള്ളാഹുവിലേക്ക് മുന്നിടുന്നതോടുകൂടി എൻ്റെ റബ്ബിലേക്കാണ്, അതായത് ആകാശഭൂമികളുടെയൊക്കെ സൃഷ്ടാവിലേക്കാണ് ഞാൻ മുന്നിടുന്നത് എന്നുള്ള ഒരു ശാന്തി, സമാധാനം നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ തന്നെ വരണം. ഇങ്ങനെ നല്ല ഇഖ്ലാസോടെ തഖ്വയോടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.